എന്താണ് സസ്പെൻഷൻ മമ്മൂക്കയെ കുറിച്ചാണ്. സെപ്റ്റംബർ 7 പിറന്നാളാണ്. വരൂ എന്നാണ് വിശ്വസിക്കുന്നത്. ഒന്ന് റെസ്റ്റ് എടുക്കും, വന്നു കഴിഞ്ഞാൽ അതിലപ്പുറം തീർച്ചയായിട്ടും അതൊക്കെ മേലെ ഇപ്പൊ ഒന്ന് രീതിച്ച് എനർജി ഗെയിൻ ചെയ്തോണ്ട് ഇനി ഒരു വരവ് മാസ് വരവ്. സുഹൃത്തുക്കളെ, മമ്മൂക്കയെ കുറിച്ചാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതും മമ്മൂട്ടിയുടെ കൊച്ചുമകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങടെ മകൻ, അങ്ങനെയൊക്കെ കൊച്ചുമകൻ എന്നൊക്കെ പേര് പറയുമെന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയായാലും മമ്മൂട്ടിയുടെ പെങ്ങളുടെ മകനാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്ത് ഇദ്ദേഹം സിനിമയിലേക്ക് എത്തിയ സമയത്ത് മമ്മൂക്കയുടെ അതേ ശബ്ദമുള്ള, മമ്മൂക്കയുടെ അതേ രൂപഭാവങ്ങളൊക്കെയുള്ള, അതൊരു സംസാര ശൈലിയുള്ള ഒരു ആളാണ് ഇദ്ദേഹം എന്ന രീതിയിലൊക്കെ ഒരുപാട് പറച്ചിലൊക്കെ ഉണ്ട്. പക്ഷേ മമ്മൂട്ടിയുടെ രൂപഭാവം ഉണ്ടായിട്ട് കാര്യമില്ല. അഭിനയിക്കാൻ അറിഞ്ഞാൽ മാത്രമാണ് ഏതൊരാളും മലയാള സിനിമയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ കേട്ടോ. പിന്നെ ചിലരെ കോക്കസ് കൊണ്ടൊക്കെ നിലനിൽക്കുന്ന ആൾക്കാരുണ്ട്, അതവിടെ കിടക്കട്ടെ, ആ വഴിക്ക് അങ്ങനെ പോയിക്കോട്ടെ. എന്നാൽ നമ്മൾ പറഞ്ഞു വയ്ക്കുന്ന ആ കാര്യങ്ങളൊന്നുമല്ല. മമ്മൂക്കയുടെ ഒരു എൻട്രിയെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം അടുത്ത മാസമാണ് 7-ാം തീയതി അദ്ദേഹത്തിന്റെ പിറന്നാളാണ്. അപ്പോൾ ഇതാ ഈ ഒരു മനുഷ്യൻ തന്നെ മക്ബൂൽ അല്ല, ഐ ആം സോറി ഫോർ ഹിസ് നെയിം എന്നാൽ ഇദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു ദിവസം കേരളത്തിലേക്ക് ഒരു റീ എൻട്രി നടത്താൻ സാധ്യതയുണ്ടെന്നാണ്. ഒപ്പം തന്നെ പറയുന്നുണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ കേട്ടെടുത്തോളാം മമ്മൂക്ക ഒരു ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളടക്കം വളരെയധികം വേവലാതി പൂണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ എന്നുള്ളതാണ്. വളരെ ബേജാറാണ്. അയാൾക്ക് വരുന്ന ചെറിയൊരു പ്രശ്നത്തെ പോലും ഭയങ്കര ബേജാറായിട്ട് കാണുന്ന ഒരാളാണ്. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കണം അത്യാവശ്യം ബേജാറടിക്കേണ്ട ഒരു സാധനം വന്നുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്ര അധികമൊക്കെ ലീവ് എടുത്തിട്ട് കുടുംബത്തെ അങ്ങനെ കുത്തിരിക്കുന്നത്. കാരണം പരിപൂർണമായി ഓക്കെയാണ് എന്ന് ഡോക്ടേഴ്സിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രം അത് പരിപൂർണമായിരിക്കും. ഇനി ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊരു സംഗതി ഒന്നും പറയാനില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം മാത്രമായിരിക്കും മമ്മൂട്ടി എത്തുക എന്നാണ്. ഒരുപക്ഷെ നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് മമ്മൂട്ടി എന്ന് പറയുന്ന ആ മനുഷ്യന്റെ അസുഖങ്ങളെല്ലാം മാറിയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഈ സമയത്തും സുഹൃത്തുക്കൾ അദ്ദേഹം വളരെ ഭംഗിയായിട്ട് വീണ്ടും തിരിച്ചു വരുമെന്നുള്ള ഈ ഒരു സമയത്തും നമ്മുടെ ശാന്തിവിള ദിനേശിനെ പോലുള്ള ചില ആളുകളെല്ലാം മമ്മൂട്ടിയെ അപമാനിക്കുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് വലിയ മാറ്റവും സംഭവിക്കുന്നു. നിങ്ങൾ ചോദിക്കുക സുഹൃത്തെ നിങ്ങൾ ഇതിനെക്കുറിച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളല്ലോ ചോദിക്കും. ആണെന്നേ, പക്ഷെ ഈ ഒരു വീഡിയോടൊപ്പം ഇതുകൂടി ചേർത്ത് കഴിഞ്ഞാലാണ് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ഉണ്ടാവുള്ളൂ. അദ്ദേഹം തീർച്ചയായിട്ടും എത്തും, നമുക്ക് അറിയാം. അദ്ദേഹത്തിന്റെ സമ്പത്തിനെ കുറിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന് എത്രത്തോളം അദ്ദേഹം ഇനിയിപ്പോൾ ഒരു സിനിമയില്ലെങ്കിലും എത്ര കാലം അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ജീവിത ശൈലികളെ കുറിച്ച് നമുക്കറിയാം. അങ്ങനെ ഒരുപക്ഷെ ഒരു സാധാരണ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുടെ ഒരു സമ്പത്തൊന്നല്ലേ ഒരു മനുഷ്യൻ സമ്പാദിച്ച് കൂട്ടിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന് ഒരുപക്ഷെ ബിസിനസ് മറ്റും ഉണ്ടായിരിക്കാം, സിനിമ മാത്രമല്ല. ഇതെല്ലാം നമുക്കറിയാം. എന്നിട്ട് പോലും മമ്മൂട്ടിയെ ഒരു ദിവസക്കൂലിക്കാരനെ പോലൊക്കെ പറഞ്ഞ് കളിപ്പിക്കുന്ന രീതിയിലുള്ള വർത്തമാനം ശാന്തിവിള ദിനേശ് എന്ന് പറയുന്ന ഈ ഒരു ആള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് കേട്ടോക്കൂ. ഉറക്കില്ല ഉറക്കില്ല. കാരണം ജീവിതം ഇനിയുള്ള ജീവിതം കഷ്ടമാകാൻ സാധ്യതയുണ്ട്. കാരണം പറയുന്നില്ലല്ലോ, കൂടെ അസുഖവും പിടിച്ചു. ആ പടം ഉണ്ടായിരുന്ന ഒരു പടം സംവിധാനം ചെയ്യാനിരുന്ന ഒരു പ്രേതപ്പടമാണ്. ദൃശ്യം 3 വരുന്നതിനാൽ ചിത്തു മാറി എന്നാണ് കരുതിയിരുന്നത്. സുഹൃത്തുക്കൾ, ഇങ്ങനെ അദ്ദേഹം തുടങ്ങുന്നത് കാരണം മമ്മൂക്കയുടെ ഇനിയുള്ള കാലത്തെ ജീവിതം വളരെ കഷ്ടപ്പെടാൻ. കാരണം മമ്മൂക്കയ്ക്ക് ഇപ്പൊ ആൾറെഡി പടങ്ങളൊന്നുമില്ല, ഒപ്പം തന്നെ അസുഖവും പിടിച്ചു എന്ന രീതിയിലാണ് അദ്ദേഹം തുടങ്ങുന്നത്. ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഇത് സാന്ദ്ര ഒന്ന് അപമാനിക്കാൻ വേണ്ടിയിട്ട്, സാന്ദ്രയെ ഒന്ന് നയിക്കി നിർത്താൻ വേണ്ടിയിട്ട് ശാന്തിവിള ദിനേശ് ഒരു കോമിക് പോലെ ഇറക്കിയതാണെന്നാണ് പറയുന്നത്. എങ്ങനെ ഇറക്കിയതാണോന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തൊക്കെയായാലും ഇറക്കിയത് നമുക്ക് തോന്നിപ്പോയി. ഒരു പക്ഷെ ആ വീഡിയോ മുഴുവൻ കാണുമ്പോൾ ഇത് സാന്ദ്രയ്ക്കുള്ളൊരു കൊട്ടാണെന്ന് തോന്നി. പക്ഷേ അപ്പോൾ ഇദ്ദേഹം മമ്മൂട്ടിയുടെ അസുഖത്തെക്കുറിച്ച്, മമ്മൂട്ടിയുടെ സിനിമ ഇല്ലാത്ത ഈ ഒരു നിമിഷങ്ങളെ കുറിച്ചെല്ലാം ഒരു അപമാനിക്കുന്ന രീതിയിലാണ് തുടക്കങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെ മമ്മൂക്കയുടെ അസുഖത്തെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അദ്ദേഹം സുഖമായിട്ട് കുടുംബത്ത് കുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഇത്ര വേവലാതിരുള്ളൂ, അല്ലെങ്കിൽ ഇത്ര ഫേക്ക് ന്യൂസുകളൊക്കെ പടച്ചു വിടുന്ന ശാന്തിവിള ദിനേശിനെ പോലുള്ള ആളുകൾക്ക് മാത്രമാണ് ഈ വേവലാതിരുള്ളൂ. അദ്ദേഹം നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിട്ട് അസുഖമൊക്കെ ഭേദമായിട്ട് കുടുംബത്തിരിക്കുന്നുണ്ട്. ഒരു റീ എൻട്രിക്കുള്ള ഒരു നല്ല ഡേറ്റ്, ഒരു നല്ല സമയം നോക്കിയിരിക്കുമെന്നാണ് എനിക്ക് തോന്നിപ്പോകുന്നത്.
അതായിരിക്കും മിക്കവാറും മമ്മൂക്കയുടെ പിറന്നാൾ ദിനത്തില് മമ്മൂക്ക കേരളത്തിലേക്ക് കാലുകുത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടാവുകയും. എന്തൊക്കെയാലും അതൊരു ഒന്നൊന്നര എൻട്രി ആയിരിക്കും എന്ന് തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് മമ്മൂക്കയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള്. അപ്പോ അദ്ദേഹം തന്നെ ആ മമ്മൂക്കയുടെ ആ ഒരു വരവിനെ ഒരു ഒന്നൊന്നര എൻട്രി ആയിരിക്കും പറയുമ്പോൾ നമ്മളിപ്പോൾ ആളുകൾ സാധാരണ ജനങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരു എൻട്രി എങ്ങനെ കാണുന്നുണ്ടായിരിക്കും. എല്ലാം പോട്ടെ, നമ്മുടെ പത്രമാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ റീ എൻട്രിയെ എങ്ങനെയൊക്കെയായിരിക്കും കാണുന്നുണ്ടായിരിക്കുക, എങ്ങനെയൊക്കെയായിരിക്കും അദ്ദേഹത്തിന്റെ ഫോട്ടോസിലും മറ്റൊക്കെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം അഹങ്കാരത്തോടെ ആഹ്ലാദത്തോടു കൂടിയിട്ടൊക്കെ പ്രസിദ്ധീകരിക്കുന്നുണ്ടായിരിക്കുക എന്നൊക്കെ ഞാൻ ഇപ്പോഴേ ഒരു അത്ഭുതത്തോടെ നോക്കി കാണാൻ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും അതൊരു ഒന്നൊന്നര സംഭവമായിരിക്കും. ബൈ.